ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങളിതാ വീണ്ടും ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അസ്മിക്ക് എന്താ പറയുക വാക്സിൻ എടുക്കാനാണ് കേട്ടോ. 4ാമത്തെ ഡോസ് വാക്സിനാണ്. ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്മിൻ്റെ വാക്സിന് എല്ലാതും കംപ്ലീറ്റ് ആയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ടോക്കനൊക്കെ എടുത്തു. പിന്നെ 242 കേട്ടോ ടോക്കൺ നമ്പർ. ആകെ 150 അങ്ങനെ അത്ര ആയിട്ടുള്ളൂ. പിന്നെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വാക്സിൻ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെയും ക്യൂ ആണ് കേട്ടോ. എല്ലായിടത്തും നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇതാ ഇഞ്ചക്ഷൻ വെക്കലൊക്കെ കഴിഞ്ഞ് അസ്മി കരയൊന്നും ചെയ്തില്ല കേട്ടോ. ഡോക്ടറെ കണ്ടിട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ അവൻ പറഞ്ഞ് ഇഞ്ചക്ഷൻ വെക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് കരഞ്ഞ്, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നല്ല വെയിലല്ലേ. അസ്മി ഇത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ കുറ്റിപ്പുറത്തി നമ്മൾ സ്ഥിരം വാങ്ങണ ഫിലു സ്റ്റോറിലെത്തിയപ്പോൾ അവർക്ക് ഇത് വേണം തന്നെ. അപ്പോൾ അതൊക്കെ വാങ്ങി കൊടുത്തു. പൈസ കൊടുക്കും. കൊണ്ടില്ല. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പട്ടണ ഹൗസിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഓന ഫ്രൂട്ടിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ആൾ ഓനെ കളിയാക്കിയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എനിക്കൊരു ഷോള് വാങ്ങാണ്ട്, പിന്നെ എനിക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഡ്രസ്സ് തയ്ച്ചിരുന്നു. അപ്പോൾ അതിലേക്ക് ഷോളില്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് കടയിൽ കയറി, കിട്ടിയില്ലട്ടാ. ഇനി ഇവിടുന്ന് എനിക്ക് ഇന്ന് വീട്ടിൽ പോകണം. അപ്പോൾ ഇതാ ഗായ്സ്, ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ഞാൻ എൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസത്തെ ലീവിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നിക്കണ്. നാളെ വെള്ളിയാഴ്ച അല്ലേ. എന്താടാ കുഞ്ഞോ, എടാ എന്താ ഒരു ഹായ് പറഞ്ഞാ? ഹായ് പറയേ. അപ്പോൾ നാളെ തന്നെ പോകണം കേട്ടോ. ഒരൊറ്റ ദിവസത്തിന് വേണ്ടിയിട്ട് രാത്രി ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ് പോയി വരുന്നത്. പിന്നെ സാരില്ല, വർക്കുണ്ടെങ്കിൽ കല്യാണപ്പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെതാ നമ്മൾ സ്റ്റെപ്പ് നേരാക്കാനുള്ള കല്ലൊക്കെ കൊണ്ടുവന്നാണ്. പടി ഇപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ. പൊന്നു വീഴല്ലേ, വീഴാതെ വാ. അങ്ങനെതാ ഇത്താത്താരൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് വാവാട്ടാ. പിന്നെ എന്താണെന്ന് പറയുക, എല്ലാവരും ഒരു ദിവസത്തെ ലീവിന് വേണ്ടി വന്നതാണ്. പിന്നെ അവർ 2 ദിവസമൊക്കെ നിൽക്കും. ഞാൻ നാളെ തന്നെ പോട്ടോക്ക് കടയ്ക്ക് പോകാനുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ അത്ര ദിവസം കിട്ടാറില്ലല്ലോ. ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ അതാ നേരം കൊടുത്തിട്ടുണ്ട്. ചാടിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ സാധനം കാണിച്ചിട്ടേ, കുട്ടികൾ ഇവിടെ ഉണ്ട്. ഇതെന്താ പഴം? എന്താ കോലം? ഞാൻ കാണിച്ചു തരാം. അവർ ഓണം ഒന്ന് ഇതാക്കിയാണ് കണ്ടോ, പൂവിട്ടുണ്ടോ ഓണം എന്നൊക്കെ എഴുതിയിരിക്കണ്. വാവൻ്റെ പണിയാണ് എഴുതൽ. കാണുന്നുണ്ടാവും, ഭയങ്കര വെയിലാണ്. എന്താ ഓണം എന്നൊക്കെ എഴുതിയിരിക്കണ്. അപ്പം നമ്മളിതവിടെ ഉണക്കൽ മീൻ വെയിലത്ത് വെച്ചാണ് കേട്ടോ അമ്മ. അപ്പം അതിൻ്റെ ഇടയിലാണ് എനിക്കൊരു പഴം. ഭയങ്കര വിശപ്പ്. വാവ എന്താ കഴിക്കണ്? ഞാനിപ്പോൾ ഒരു കുർക്കുറു. അയ്യേ കുർക്കുറാ? ഇതൊക്കെ എവിടുന്ന് അടിച്ച് മാറ്റി കൊണ്ടുവരാണ് കുർക്കുറയുടെ. അപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ്. അപ്പം ഞാൻ പഴം കഴിക്കാൻ വിചാരിച്ചു. വാവ കൊടുക്ക്. ഞങ്ങളല്ലേ ഓണപ്പൂ എങ്ങനെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. ഓക്കെ. പിന്നെ ഞാൻ ഇന്നിപ്പോൾ ലീവാക്കാക്കിയ സ്ഥിതിക്ക് ഞാനൊരു 8 മണി വരെ കിടന്ന് ഉറങ്ങിട്ടാ. അപ്പം അതിൻ്റെ ക്ഷീണമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. 8 മണി വരെ ഉറങ്ങിയതിൻ്റെ ക്ഷീണം. തണുത്തോളം എന്തിനാണ്? ആ ഇമ്മമാണ് ചോദിച്ചോ. വാവേ വെള്ളം കൊടുത്താ
അപ്പോൾ പിന്നെ വേറെ എന്താ വിശേഷം എന്ന് വെച്ചാൽ ഞാൻ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ ഞാൻ ഈ മണിയങ്ങാട്ട് തന്നെ പോട്ടെ. അപ്പോൾ ഉമ്മ അവിടെ ഉമ്മ അവിടെ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല എന്താ പറയുക ബീഫ് ബിരിയാണി. പിന്നെ അപ്പോൾ ഇതാ ഗായ്സ് ഞങ്ങളുടെ ലീവൊക്കെ കഴിഞ്ഞ് ഞാൻ എന്നാൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവനെ ആക്കി തരാമെന്ന് പറഞ്ഞു, അവന് വണ്ടിയിലാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളുണ്ട് ഞങ്ങളെ കൂടെ. ഓക്കെ ബായ്. അപ്പോൾ അതാ ഞാൻ പോവാണ്. അസ്മിയും റിച്ചും പാവയുണ്ട് ഞങ്ങളെ കൊണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ കുഞ്ഞിട്ട് കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ബായ്. ബായ് പറഞ്ഞ ബായ്. ബായ് ബായ് പറ ബായ്.